നിങ്ങൾ എപ്പോഴും തുടക്കക്കാരായിട്ട് നിൽക്കുകയാണോ അതോ അബദ്ധം പറ്റാറുണ്ടോ? എന്താണ് അബദ്ധം? അല്ല, ഇവന്റെ അബദ്ധങ്ങള് എനിക്ക് പറ്റാറില്ല. താങ്കൾക്ക് പറ്റിയ അബദ്ധം എന്താ? അങ്ങനെ അബദ്ധങ്ങള് പറ്റാറുണ്ടല്ലോ പൊതുവെ. ഒരെണ്ണം പറഞ്ഞാൽ ഒരെണ്ണം നല്ലൊരെണ്ണം ആലോചിച്ച് കണ്ടുപിടിക്കണം. പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ എന്താ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ അഭിനയിക്കാനൊക്കെ വന്നു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മൾ ഒത്തിരി ഓഡിഷൻസിന് പോയായിരുന്നല്ലോ. അപ്പൊ നമ്മൾ കാസ്റ്റിംഗ് കോൾസ് കാണുന്നൊക്കെ അയക്കും. അപ്പൊ അവര് നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ ഓഡിഷന് പോകുമ്പോൾ വലിയ ക്യൂ ഒക്കെ ആയിരിക്കും വന്ന്. അപ്പൊ നമുക്കറിയില്ല പ്രൊഡക്ഷൻ നോക്കിയോ അല്ലെങ്കിൽ ഡയറക്ടറെ നോക്കിയോ ഒന്നും ആയിരിക്കില്ല. ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ കാസ്റ്റിംഗ് കോൾ അയക്കുന്നു, പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വെറുതെ ഓഡിഷൻസ് നടത്തുന്ന ഇപ്പൊ ഭയങ്കര കുറവാണ്. ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ആരെങ്കിലും പരിചയം ഉണ്ടാവും. ഡയറക്ടറോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഒക്കെ നമ്മൾ ചോദിച്ചിട്ടായിരിക്കും പോകുന്നത്. അത് എങ്ങനെയാ നമ്മൾ പോണോ അല്ലെങ്കിൽ കാസ്റ്റ് അയക്കട്ടെ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ അങ്ങനെ കോൺടാക്ട് നമ്പർ എടുത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. അന്ന് അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ 2-3 ഓഡിഷൻസിന് പോയിട്ട് പിന്നെ നമുക്ക് മനസ്സിലാവും അല്ല അത് ഭയങ്കര എന്ന് വെച്ചാൽ സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഒന്നാമത്തെ കാര്യം അവർ ചെയ്യിക്കുന്നത്. ഭയങ്കര ഫണ്ണായിട്ട്. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സിനിമ റിലീസായി ഭയങ്കര ഹിറ്റൊക്കെ ആയിരുന്നു. പക്ഷെ ആ സിനിമയുടെ ഓഡിഷന് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ സിനിമ കണ്ടപ്പോൾ നമ്മളൊക്കെ എന്തിനാ അവിടെ പോയി തന്നെ. അപ്പൊ അവരിങ്ങനെ ഭയങ്കര എന്താ പറയാ കൊമേഴ്ഷ്യൽ ആയിട്ടൊരു സിറ്റിയില് ഒരു അങ്ങനെ നടക്കുന്ന ഒരു പടമായിരുന്നു. പേരൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് വയലില് ജോലി ചെയ്യുന്ന അങ്ങനെ എനിക്കറിയില്ല അത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യിച്ചെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. പക്ഷെ എനിക്കൊന്ന് സിനിമയായിട്ട് കുറച്ചെങ്കിലും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടാസ്ക് ഒക്കെ നമുക്ക് തന്നാൽ കുറച്ചും കൂടെ രസമായിട്ട് ചെയ്യാമല്ലോ. പക്ഷെ അവർക്ക് നമ്മുടെ ഒന്നും അതിന് ആവശ്യമില്ല. ജസ്റ്റ് കുറെ ക്രൗഡിനെ വിളിച്ചിട്ട് ഒരു പ്രൊമോഷൻ നടത്താം. അങ്ങനെ കുറച്ച് അബദ്ധങ്ങൾ കുറച്ച് ഓഡീഷൻസിനൊക്കെ പോയിട്ട് പെട്ടിട്ടുണ്ട്. പിന്നെ പക്ഷെ ഇപ്പൊ നമ്മള് കുറച്ചും കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഇപ്പൊ സൈജേട്ടനോടാണെങ്കിലോ അല്ലെങ്കിൽ അബ്രാമേട്ടനോടൊക്കെ എനിക്ക് ചോദിക്കാം, ഇന്ന ആളുടെ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കോൾ കണ്ടു, അപ്പൊ നമ്മൾ അയക്കട്ടെ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ആ സ്റ്റാർട്ടിങ് ടൈമിൽ പറ്റിയ അബദ്ധത്തില് ഏറ്റവും വലിയ അബദ്ധങ്ങൾ ആ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ സിനിമയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ ആർക്കെങ്കിലും പറ്റിയ ഒരു അബദ്ധം എനിക്ക് കേൾക്കാൻ പറ്റുമോ? അബദ്ധങ്ങൾ ഒരുപാട് ഒരെണ്ണം ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ആരുടെയെങ്കിലും ഒരാളുണ്ട് എങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ട്രോൾ മെറ്റീരിയൽ ആയ ഒരു അബദ്ധം ഉണ്ടാവുമല്ലോ? അത് അബദ്ധമല്ല, അത് മറ്റേ കമ്പനി അടിയല്ലേ. ഇത് പറ്റിപ്പോയത് എന്താ അതെങ്ങനെ ചില പടങ്ങളിൽ പോയി ഇങ്ങനെ അബദ്ധമായിട്ട് ആശില്ലാതെ ഒരു പടത്തിലൊക്കെ കുറച്ച് പറ്റിപ്പോയിട്ടുണ്ട്. അത് പറയാനുണ്ടല്ലോ. റിലീസായോ? പിന്നെ വിജയിച്ചോ? അസലായിട്ട് വിജയിച്ചില്ലെന്നാണ്. ഇവരെന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ അപ്പൊ അതൊരു അബദ്ധമല്ലാന്ന് മനസ്സിലായില്ലേ? അബദ്ധം പറ്റിയില്ല. അല്ല, അത് പറ്റിയാണ് മൊത്തത്തിൽ പറ്റിപ്പോയതാണ്. നല്ല കണക്ഷൻസ് കിട്ടി. പക്ഷെ നല്ലതും സംഭവിച്ചായിരുന്നു ആ പടത്തിൽ കൂടി, നല്ല കണക്ഷൻസ് ഒക്കെ. ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. ഇതിൽ ഏത് അബദ്ധം പറ്റുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് തകരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സൈജേട്ടനോട് ആദ്യം ചോദിക്കാം. ഫോൺ ചാർജിന് കുത്തിയിട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കാൻ മറക്കുമ്പോൾ ആണോ? കുളിക്കാൻ കയറിയിട്ട് ടവൽ എടുക്കാൻ മറക്കുമ്പോൾ, അലാം വെച്ചിട്ട് അത് AM മാറി PM ആവുമ്പോൾ, ഡ്രസ്സ് പുറം മറിച്ച് ഇടുമ്പോൾ, വീട്ടിലെ ചെരുപ്പ് ഇട്ടിട്ട് അബദ്ധത്തിൽ പുറത്തു പോകുമ്പോൾ, എപ്പോഴാണ് ഏറ്റവും മനസ്സ് തകരുന്നത്? അലാറം മാറുമ്പോൾ. AM PM ആറുണ്ടോ? അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ ഏറ്റവും കൂടെ മറ്റേ സംഭവിച്ചിട്ടുണ്ട്, മറ്റേ ചാർജിന് കുത്തിയിട്ട് ഓൺ ചെയ്യാണ്ടിരിക്കുന്നത്. ടവല് അത് എപ്പോഴും പറ്റുന്നതാണ്. ടവല് പിന്നെ അതേറ്റിന്റെ തല കൊടുത്തിട്ട് ആ ടവല് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതോ ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഞാൻ ചെരുപ്പ് മാറിയിട്ടിട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഷൂട്ടിന് നമ്മൾ പോകുമ്പോ ചെരുപ്പ് ഇടാണ്ട് അങ്ങ് നടന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നി പറഞ്ഞ എല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ AM PM മാറുന്ന ഏറ്റവും പ്രശ്നം. കാരണം ചിലപ്പം നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകാനുള്ള മറ്റാൾക്കാരും കൂടെ അതില് നമ്മള് ലേറ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു AM PM മറന്നാണ് ഏറ്റവും ശോകം. പറ്റാറുണ്ട്, മനുഷ്യരല്ലേ. എനിക്ക് ഇഷ്ടം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ യാത്ര പോവാണെങ്കിലേ അപ്പൊ 2 ദിവസം മുന്നേ പ്ലാൻ ചെയ്യും എന്തൊക്കെ എടുക്കണം, ഏതൊക്കെ ഡ്രസ്സ് എടുക്കണം, ഏതൊക്കെ ഇന്നർ ഗാർമെന്റ്സ് എടുക്കണം, ഏതൊക്കെ കൂളിംഗ് ഗ്ലാസ് എല്ലാം പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മള് പ്രധാനമായിട്ടൊരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, അത് മറന്നു.
അത് നമ്മളൊരു 40 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരിക. പിന്നെ അതൊരു കാര്യം തിരിച്ചു വരില്ലല്ലോ. പാസ്പോർട്ട് ഒക്കെ മറന്നിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, പാസ്പോർട്ട് അല്ല. പാസ്പോർട്ട് മറക്കാറില്ല, പാസ്പോർട്ട് ടിക്കറ്റും മറന്നിട്ടില്ല. പക്ഷെ ഞാൻ മറന്നത് മിക്കവാറും ഈ പറഞ്ഞ പോലെ ഡ്രസ്സുകളാണ്. നമ്മൾ വിചാരിക്കും ഇന്ന സ്ഥലത്ത് പോകുമ്പോ ഇന്ന ഡ്രസ്സുകൾ സത്യം പറഞ്ഞാൽ മറന്നേ. മറന്നുണ്ട്. അത് ചില അതായത് ഇപ്പൊ സ്വിമ്മിങ് ഉള്ള സ്ഥലമാണെങ്കിൽ അതിന്റെ ഡ്രസ്സ്, പിന്നെ ഷൂസ് ചില സ്ഥലത്ത് പോയാൽ ഇന്ന് അവിടെ ക്രിക്കറ്റ് കളിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഷൂസ് എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷെ അതൊരു 40 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളത്. അപ്പൊ അത് അബദ്ധങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ കൂടുതലും സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അബദ്ധങ്ങൾ പറ്റിയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടിയത്. അതാണ് നമ്മളെ കുറച്ചുകൂടി മെച്ചോർഡ് ആക്കിയത്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? ആയിരിക്കും. കാരണം ചില അബദ്ധങ്ങൾ പറ്റുമ്പോ നമ്മള് അയ്യോ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള നമ്മളൊരു പോയിന്റ് ആക്കുമല്ലോ. അപ്പൊ അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും. കാരണം വെച്ചാല് അല്ലേ ചേട്ടാ അല്ലേ? പക്ഷെ എന്നാലും വീണ്ടും പറ്റും. മോഹിനിയാട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ടോ? മോഹിനിയാട്ടത്തിലെ ക്യാരക്ടേഴ്സിന് ഡെഫിനറ്റ്ലി പറ്റിപ്പോയെന്നുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാം. ലൊക്കേഷനിൽ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പൊ മോഹിനിയാട്ടത്തിൽ വേൾഡ് കുറച്ചുകൂടി വലുതായി. സുരാജ് വെഞ്ഞാറമൂട്, വിനയ് ഫോർട്ട്, എന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ്, അതെ സൈജോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ്. അല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ ലീഡ് റോൾ ചെയ്യുന്നതിൽ ഏറ്റവും, അതായത് ട്രിപ്പിൾ ബഡ്ജറ്റ് ആണ്. ഞാൻ സാധാരണ ഫസ്റ്റിനെ വെച്ചിട്ട് 3 ടൈം കൂടുതൽ ബഡ്ജറ്റ് ആണ്. സായികുമാർ ചേട്ടൻ കൊണ്ടുവന്ന ഒരു ഇൻപുട്ടും ഒരു വാല്യൂഡേഷനും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ സെക്കൻഡ് അനൗൺസ് ചെയ്ത സമയത്ത് ആലോചിച്ചപ്പോ അദ്ദേഹം ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി സെക്കൻഡ് തുറക്കഥയാണെങ്കിൽ. അപ്പൊ പിന്നെ ഇനി ആരൊക്കെ വരും? ഞാൻ നോക്കുമ്പോ കുറെ പേര് വരുന്നുണ്ട്, കാസ്റ്റ് ഭയങ്കരമായിട്ട് വലുതാവുന്നുണ്ട്. സുരാജ്, വിനയ് ഫോർട്ട്, ജഗദീഷ് ചേട്ടൻ, ബേബി ജീന്റെ പെർഫോമൻസ് ഒന്ന് നോക്കണം കേട്ടോ. ബാക്കി ഇപ്പം 3 പേരുടെ നമ്മള് പെർഫോമൻസും ക്യാരക്ടേഴ്സ് ഒക്കെ എത്രയോ നമ്മൾ ഗംഭീരമായിട്ടുള്ള കണ്ടിട്ടുണ്ട്. ബേബി ജീനെ നമുക്ക് ആദ്യമായിട്ടൊരു നാടൻ കഥാപാത്രത്തിൽ കാണാൻ പറ്റും. അത് തന്നെ ഒരു വ്യത്യസ്തതയാണ്. പിന്നെ ദ വേ ഹി ഹാസ് പോർട്രേറ്റ് ദ ക്യാരക്ടർ. ഷോ സ്റ്റീലർ ആണ് പുള്ളി. ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്കുള്ളത് ഒരു സ്റ്റോറി റൗണ്ടാണ്. ഓക്കെ, ഞാൻ ഒരു വരി പറയും എൻ്റെ കഥയുടെ ആദ്യത്തെ. ഞാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാക്കുകളാണ് തരിക. ആ വാക്കുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ ആ കഥയെ പൂരിപ്പിക്കാൻ. ഓക്കെ. സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ വരി കേട്ടോ. സുന്ദരിയായ ഒരു പെൺകുട്ടി. സുന്ദരിയായ ഒരു പെൺകുട്ടി ആ വഴി പോകുന്നു. സുഭാഷ് എന്റെ കുരുട്ടുബുദ്ധിയിൽ അതിനെ ഒന്ന് വളച്ചാലോ എന്ന് ഒരാഗ്രഹം വരുന്നു. അയാൾ വിസിലടിക്കുന്നു. തൊട്ടപ്പുറത്ത് സുന്ദരിയുടെ ആങ്ങളെ ഉണ്ടായിരുന്നു. ഈ ആങ്ങളെ വന്നിട്ട് സുഭാഷിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ശശിചേട്ടനും ഗാങ്ങും വന്നിട്ട് സുഭാഷിനെ വളരെ വിദഗ്ധമായി രക്ഷപ്പെടുത്തുന്നു. പെൺകുട്ടി ബോധം കെടുന്നു. ഈ ബസ് സ്റ്റാൻഡിലാ? ബസ് സ്റ്റാൻഡിൽ തന്നെ ആ കുട്ടി ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാരലി അല്ല ഇവര് ഇവിടെ നിങ്ങളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുമ്പോ പാരലി പെൺകുട്ടി ബോധം കിട്ടും. അല്ല, സുഭാഷ് വിസിലടിച്ചു. സുഭാഷ് വിസിലടിച്ചു. നാട്ടുകാർ വന്നു, ശശിയുടെ ടീം വന്നു, സുഭാഷിനോട് ചോദ്യം ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെ നിന്നിരുന്ന പെൺകുട്ടി ബോധം കിട്ടുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ സുഭാഷ് വിസിലടിച്ചത് ആ പെൺകുട്ടിയായിരുന്നില്ല. സുഭാഷ് ആ ബസ്സിന്റെ കിളിയായിരുന്നു. അപ്പൊ ബസ് പോകാറായപ്പം ഒരു വിസിലടിച്ചതാണ്. അത് ആ പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ പെൺകുട്ടി ബോധം കെട്ട് വീണത് അവിടെ തലശ്ശേരിയിൽ നല്ല ചൂടും വെയിലും ആയതുകൊണ്ടും പിന്നെ പെൺകുട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടി ബോധം കെട്ട് പോകാം.